ഡൽഹിയിലെ ആശ്രം ഭോഗിൽ നിന്ന് റൂം വെക്കേറ്റ് ചെയ്ത് അന്ന് വൈകുന്നേരം തന്നെ എന്റെ കോളേജിന്റെ തൊട്ടടുത്തായുള്ള തുഗ്ലക്കാബാദ് പോകാനായിരുന്നു പ്ലാൻ. ഡൽഹിയിലെ സുഹൃത്തായ ജോമോൻ വഴി അവിടെ ഒരു റൂം അറേഞ്ച് ചെയ്ത് വൃത്തിയാക്കാൻ ഏൽപ്പിച്ച പുള്ളിക്കാരൻ വരാത്തതുകൊണ്ട് വൃത്തിയാക്കിയിടാമെന്ന് കരുതി നേരത്തെ തന്നെ ഭോഗലിൽ നിന്നിറങ്ങി. ഡൽഹിയിലെത്തിയ ആദ്യത്തെ 2 മാസങ്ങൾ ചെലവിട്ടത് ഭോഗലിലാണ്. ഇന്ന് തീരെയില്ല എങ്കിലും ഡൽഹിയിലെ സൗഹൃദങ്ങളൊക്കെയും തുടങ്ങിയത് അവിടെ നിന്ന് തന്നെയാണ്. ഭോഗലിലെ വലിയൊരു വിഭാഗം അഫ്ഗാൻ വംശജരായതുകൊണ്ട് തന്നെ ഇന്നും ഭോഗലിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോഴൊക്കെ ആദ്യം കടന്നു വരുന്നത് ബ്രഞ്ചിന് സ്ഥിരമായി കഴിക്കാറുള്ള 30 രൂപയുടെ ഷിരീനാനിന്റെ മണമാണ്. ഭോഗലിൽ നിന്നും ഒരു കച്ചോരി കഴിച്ച് ലൂസ് മോഷനും ഛർദിയും യാതൊരു വിധത്തിലും താങ്ങാനാവാതെ നാട്ടിലേക്ക് ഓടിയതൊഴിച്ചാൽ ഭോഗൽ എന്നും പ്രിയപ്പെട്ടതാണ്. വയറിനല്ലെന്ന് മാത്രം. പറഞ്ഞതുപോലെ ജോമോൻ കാറുമായി വരുന്നു. ഖാലിദ് ഭായിയുടെ കടയിൽ നിന്നും ഭക്ഷണം കഴിച്ചാണ് അന്ന് അവസാനമായി ഭോഗലിനോട് ഗുഡ് ബൈ പറഞ്ഞത്. ഡൽഹിയിൽ ഉണ്ടായിരുന്ന 3 വർഷത്തിൽ പിന്നീട് ഒരിക്കൽ പോലും ഭോഗലിൽ പോയിട്ടില്ല. പക്ഷേ ഇന്നും ഡൽഹിയെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഭോഗൽ അതിലുണ്ട്. അതങ്ങനെയല്ലേ? ചിലതൊക്കെ ഓർക്കാൻ നമ്മൾ ജീവിക്കുന്നു എന്നതിൽ കവിഞ്ഞ് കാരണങ്ങൾ വേണമെന്ന് തോന്നുന്നില്ല. ഭോഗലിലെ വലിയൊരു വിഭാഗം അഫ്ഗാൻ വംശജരായതുകൊണ്ട് തന്നെ ഇന്നും ഭോഗലിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോഴൊക്കെ ആദ്യം കടന്നു വരുന്നത് ബ്രഞ്ചിന് സ്ഥിരമായി കഴിക്കാറുള്ള 30 രൂപയുടെ ഷിരീനാനിന്റെ മണമാണ്. ഭോഗലിൽ നിന്നും ഒരു കച്ചോരി കഴിച്ച് ലൂസ് മോഷനും ഛർദിയും യാതൊരു വിധത്തിലും താങ്ങാനാവാതെ നാട്ടിലേക്ക് ഓടിയതൊഴിച്ചാൽ ഭോഗൽ എന്നും പ്രിയപ്പെട്ടതാണ്. വയറിനല്ലെന്ന് മാത്രം. ഭോഗലിലെ വലിയൊരു വിഭാഗം അഫ്ഗാൻ വംശജരായതുകൊണ്ട് തന്നെ ഇന്നും ഭോഗലിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോഴൊക്കെ ആദ്യം കടന്നു വരുന്നത് ബ്രഞ്ചിന് സ്ഥിരമായി കഴിക്കാറുള്ള 30 രൂപയുടെ ഷിരീനാനിന്റെ മണമാണ്. ഭോഗലിൽ നിന്നും ഒരു കച്ചോരി കഴിച്ച് ലൂസ് മോഷനും ഛർദിയും യാതൊരു വിധത്തിലും താങ്ങാനാവാതെ നാട്ടിലേക്ക് ഓടിയതൊഴിച്ചാൽ ഭോഗൽ എന്നും പ്രിയപ്പെട്ടതാണ്. വയറിനല്ലെന്ന് മാത്രം. പറഞ്ഞതുപോലെ ജോമോൻ കാറുമായി വരുന്നു. ഖാലിദ് ഭായിയുടെ കടയിൽ നിന്നും ഭക്ഷണം കഴിച്ചാണ് അന്ന് അവസാനമായി ഭോഗലിനോട് ഗുഡ് ബൈ പറഞ്ഞത്. ഡൽഹിയിൽ ഉണ്ടായിരുന്ന 3 വർഷത്തിൽ പിന്നീട് ഒരിക്കൽ പോലും ഭോഗലിൽ പോയിട്ടില്ല. പക്ഷേ ഇന്നും ഡൽഹിയെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഭോഗൽ അതിലുണ്ട്. അതങ്ങനെയല്ലേ? ചിലതൊക്കെ ഓർക്കാൻ നമ്മൾ ജീവിക്കുന്നു എന്നതിൽ കവിഞ്ഞ് കാരണങ്ങൾ വേണമെന്ന് തോന്നുന്നില്ല. ഭോഗലിലെ വലിയൊരു വിഭാഗം അഫ്ഗാൻ വംശജരായതുകൊണ്ട് തന്നെ ഇന്നും ഭോഗലിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോഴൊക്കെ ആദ്യം കടന്നു വരുന്നത് ബ്രഞ്ചിന് സ്ഥിരമായി കഴിക്കാറുള്ള 30 രൂപയുടെ ഷിരീനാനിന്റെ മണമാണ്. ഭോഗലിൽ നിന്നും ഒരു കച്ചോരി കഴിച്ച് ലൂസ് മോഷനും ഛർദിയും യാതൊരു വിധത്തിലും താങ്ങാനാവാതെ നാട്ടിലേക്ക് ഓടിയതൊഴിച്ചാൽ ഭോഗൽ എന്നും പ്രിയപ്പെട്ടതാണ്. വയറിനല്ലെന്ന് മാത്രം. പറഞ്ഞതുപോലെ ജോമോൻ കാറുമായി വരുന്നു. ഖാലിദ് ഭായിയുടെ കടയിൽ നിന്നും ഭക്ഷണം കഴിച്ചാണ് അന്ന് അവസാനമായി ഭോഗലിനോട് ഗുഡ് ബൈ പറഞ്ഞത്. ഡൽഹിയിൽ ഉണ്ടായിരുന്ന 3 വർഷത്തിൽ പിന്നീട് ഒരിക്കൽ പോലും ഭോഗലിൽ പോയിട്ടില്ല. പക്ഷേ ഇന്നും ഡൽഹിയെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഭോഗൽ അതിലുണ്ട്. അതങ്ങനെയല്ലേ? ചിലതൊക്കെ ഓർക്കാൻ നമ്മൾ ജീവിക്കുന്നു. എന്നാൽ കവിഞ്ഞ്